എക്സലന്റ്. ഹലോ ഹലോ ബാബു, കോഴിക്ക് വസന്തയാണെന്ന് പറഞ്ഞു നമ്മള്. കോഴി കുറച്ചു കാലത്തേക്ക് ഒരു ചെറിയ ഒരു പനി കുറച്ചാളുണ്ടാവും ഈ ഏരിയയിലൊക്കെ. എടാ അങ്ങനല്ലടാ ഞാൻ ഉദ്ദേശിച്ചേ. അളിയ നിന്റെ ക്യാമറ ഒന്ന് ഓണാക്കി കാണിച്ച അളിയ. ഇവന്മാരും ഞാൻ അവൻ കൊണ്ട് തന്ന ടീഷർട്ടാന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല അളിയ. ഏതാ നീ ഇട്ടേക്കുന്ന ടീഷർട്ടാ ഞാൻ ഇട്ടേക്കണേ. നീ ഒന്ന് നിന്റെ ക്യാമറ ഓണാക്കി നിന്റെ ടീഷർട്ട് ആണോ? അല്ലല്ലല്ല ഒന്ന് കാണിച്ചേ അളിയ. ഇത് തന്നെ സാധനം, ഇത് തന്നെ. ഇവനെ സമ്മതിക്കണോട്ടോ. മെനിങ്ങാന്ന് വരെ ഇവൻ മറ്റേ ഇത് റൊണാൾഡോ തായി കിടന്നവരാണ്. അത് മാത്രം കാണിക്കാൻ പറ്റില്ല കേട്ടോ തിരിച്ചെനിക്ക്. അത് മാത്രം ഇതൊക്കെ മറ്റേ മരുന്നൊക്കെയാണ് ബ്രോ. അത് മാത്രം ഫ്ലെക്സ് ചെയ്യാൻ പറ്റില്ല. ഞാൻ മുണ്ടായോണ്ടാ കാണിക്കാതെ. എനിക്ക് നമുക്ക് മസിലൊക്കെ ഉണ്ട്, നമ്മൾ പിന്നെ കാണിക്കാത്തത്. അതെ ഞാൻ മുണ്ടായോണ്ടാ കാണിക്കാത്ത. എണീറ്റിരിക്കാൻ പറ്റത്തില്ല പോലും ഒന്നും വരുന്നില്ലല്ലോടാ. ഏതോ കയ്യിലുണ്ടായിരുന്നു, കൈത്തപ്പിടെ ഏതോ കയ്യിൽ ഇതുണ്ടായിരുന്നല്ലോ. ജിമ്മിൽ പോയിട്ടില്ല നമ്മള് കുറച്ച് നാളായിട്ട്. ആ കാര്യം മാത്രം നമുക്ക് ഫ്ലെക്സ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടാ. അങ്ങനെ സാധനം കാണിച്ചില്ല ലാസ്റ്റ് കളി. ആ ഒരു ടീഷർട്ട് കാണിക്കാൻ പറഞ്ഞപ്പം ഞാൻ നിർത്തുവായി ബ്രോ. ഞാൻ ഇറങ്ങും, എന്റെ ഇന്നത്തെ മൂഡ് പോയി. സത്യല്ലേ? അങ്ങനെ ഒരു ആംഗ്യം കാണിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അളിയ അവിടെ? അതങ്ങനെ അത് കാണിക്കാതെ അത് ഒരാഴ്ച കഴിഞ്ഞിട്ട് സാധനം കാണിച്ചു തരും. ഞാൻ ഈ കാര്യത്തിൽ ഒരു വാഗ്ദാനവും പറയൂല, കാരണം ഇനി പറഞ്ഞ ആൾക്കാരെന്നെ കുപ്പി എറിയും. 4-5 വർഷം പറഞ്ഞല്ലേ? 4 അല്ല, അതിൽ കൂടുതൽ പറഞ്ഞതാ. 6 പാക്ക് വേഴ്സസ് മൈസൂർ പാക്ക് എന്ന്. ഞാൻ കേരള വിഷയമല്ല എടുക്കാതെ. അയ്യോ ഞാൻ ഇതിട്ടാരാ. നീ എന്തിടാനോടാ? നീ സിറ്റി ഇതിനകത്ത് കേറിയോ? എനിക്ക് കേറാന്ന് പറഞ്ഞൂടാ. ഇതെങ്ങനെ കേറണ? നിങ്ങളെ എന്റെ പുതിയ കീബോർഡ് കാണണോ നിങ്ങക്ക്? ഇത് കണ്ടോ? ഇല്ല കാണണ്ട. മെർക്കുറി അല്ലേ നേരത്തെ ഇരുന്നു? അതല്ലേ മെർക്കുറി ഇപ്പൊ കിട്ടിയതായത്. ഇപ്പൊ കിട്ടിയത് ഏത് ലോകം ഉണ്ടാക്കിയതാ? വയർലെസ് ആണ്. കിടില സാധനമാണ് കേട്ടോ, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. നിന്നെ ഞാൻ കാണിച്ചില്ല, എന്നാലും നീ എടുത്ത് എന്തിനാ നോക്കിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടാ. റേറ്റ് എടാ, ഇത് ഇന്ത്യയിൽ മേടിക്കാനാണെങ്കിൽ 10-24,000 രൂപയാവും. എനിക്കിത് പുറത്തുനിന്ന് കൊണ്ട് തന്നതാണ്, അതുകൊണ്ട് എനിക്ക് അതിന്റെ പകുതി പൈസ ആയുള്ളൂ. അത് ചോദിച്ചില്ലല്ലോ. അതല്ല ഇവിടെ കമന്റ് ചോദിച്ചു നിന്നോട്. ചതുര വാങ്ങാൻ പറ്റില്ലേ? അത്രേ ഉള്ളൂ. നമ്മള് നീ കയ്യിൽ മറ്റേ മസിൽ കാണിച്ചപ്പോ ഞങ്ങൾ വല്ലതും പറഞ്ഞോ? അതുപോലെ കയ്യിലുള്ള സ്കിൽ വെച്ച് എന്തെങ്കിലും കാണിച്ചോട്ടെ. ഇതിപ്പോ ഞാൻ എന്ത് കാണിക്കും? ഞാൻ മാക്സിമം മുണ്ട് നോക്കി കാണിക്കാൻ ഇരിക്കതേ ഉള്ളൂ. ഇപ്പൊ പ്രത്യേകിച്ച് നോക്കി കാണിക്കാൻ ഇവിടെ ഒന്നും ഇല്ല എന്റെ ഇപ്പൊ. ഗെയിം സ്റ്റാർട്ട് ചെയ്യ് ബ്രോ. ഇത് ലോഡാവട്ടെ, സെർവറാ ബ്രോ, ലോഡാവാൻ കുറച്ച് സമയം എടുക്കും. ഹൈദരാബാദ് വ്ളോഗ് ഞാൻ ചിലപ്പോഴേ എടുക്കൂടാ. വ്ളോഗ് എടുത്ത് പോയി ഇതെന്തോ അല്ല, നമ്മളൊരു എണ്ണം വെച്ച് ഉടനെ ഡീഡോസ് ഇവിടെയും വരും കേട്ടോ. ഡീഡോസ് വരും, സെർവർ ബാൻ വരും. ഞാൻ കഴിഞ്ഞ പി സിയിൽ ഇതെല്ലാം ലോഡ് ചെയ്ത് വെച്ചിരുന്നതാണ്, പക്ഷെ എറണാകുളത്ത് പി സിയിൽ ലോഡാക്കി വെച്ചില്ലെന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ഞാനിപ്പോ വന്നതേ ഉള്ളൂ. ലൈഫ് തന്നെയല്ലേ ബാബു എറണാകുളത്തെ. അത് പറഞ്ഞപ്പോഴേ ബ്രോ, നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ ബ്രോ, നമ്മള് പരീക്ഷയ്ക്ക് പോകുമ്പോഴേ നമ്മുടെ കൂട്ടത്തില് ബാക്കി ഫ്രണ്ട്സിന്റെ അടുത്ത് 2 പേരുണ്ടോ, അതുപോലെ 2 PC ഉണ്ടോ ലൈവ് ഇടാൻ വേണ്ടിട്ട്? അല്ല ഞാൻ ചോദിക്കുവായിരുന്നേ, ലൈവ് ഭയങ്കര ബുദ്ധിമുട്ടാ. 2 PC ഉണ്ടെങ്കിലേ ഒരെണ്ണം ഞാൻ ലൈവ് ഇട്ടിട്ട് തിരിച്ചു തരാം.
ക്യാമറ ക്യാമറ നീ ലൈവ് ഇട്ടിട്ട് ലൈവ് ഇട്ടിട്ട് അതെ അല്ലെ ഒരു കാർ തരുവാണെങ്കിൽ ട്രിവാൻഡ്രം വരെ പോകാൻ എന്താ കളിയാ രണ്ട് പേരുണ്ടെങ്കിൽ പറഞ്ഞത് അതുപോലെ 2 കാറുണ്ടെങ്കിൽ ഒരെണ്ണം തിരുവനന്തപുരം തിരിച്ചു തരാൻ നിനക്ക് ഏത് വണ്ടി വേണം നീ എടുത്തോണ്ട് പൊക്കോ അളിയാ ഞാൻ എടാ അളിയാ നിനക്ക് അതിനോട് ചോദിക്കണമെന്ന് തോന്നുന്നുണ്ടോ അളിയാ നിനക്ക് BM വേണോ BM എടുത്തോ അത് അടുത്ത ആഴ്ച കിട്ടുള്ളൂ നിനക്ക് ഇനി താർ വേണോ താർ എടുത്തോ സെൽട്ടോസ് വേണോ സെൽട്ടോസ് എടുത്തോ പപ്പാട് സ്വിഫ്റ്റ് വേണോ നീ അതെടുത്തോ എന്നിട്ടിപ്പോ ഇതിനെ വിളിച്ച് കീഴെല്ലാം മാറ്റിക്കാൻ പറയാം ഇല്ലല്ലേ എനിക്ക് ഉടനെ വേണ്ട നാളെ മതി നാളെ വൈകിട്ട് മതി ആ നീ എടുത്തോ സെൽട്ടോസ് ഞാൻ കൊണ്ടുപോകും താർ ഇവിടെ ഉണ്ടാവും മൈൻഡ് ബാബുന്നോ ബാബുവിനെ മൈൻഡ് ഇല്ലടാ എനിക്ക് അവനെ കാണുന്നതേ എനിക്ക് എന്തോ പോലെയാണ് അത് ഞാൻ അങ്ങനെ അധികം മൈൻഡ് ചെയ്യാറില്ല അവന് മൈൻഡ് ചെയ്യായിരുന്നു കേട്ടോ ഈ ഡിസ്കോഡ് അളിയാ ഇത് ഓഡിയോയില് എന്തോ ഒരെണ്ണം കുറയ്ക്കണമായിരുന്നു ഫുള്ള് സ്കോർ ആണെന്ന് തോന്നുന്നു ആ സ്കോർ ഫുള്ള് കുറയ്ക്കണം അല്ലെങ്കിൽ ഈ സെർവറിന്റെ പേരെന്തായിരുന്നു എനിക്ക് തരുമോ കാറ് പിന്നെ എല്ലാവർക്കും തരാം എന്റെ കാർ അത് നിങ്ങളുടെ കാറല്ലേ നിങ്ങളുടെ വണ്ടി ഞാൻ എന്റെ വണ്ടി ലോക്ക് പോലും ചെയ്യത്തില്ല നിങ്ങള് ഞാൻ എന്റെ വണ്ടി ലോക്ക് പോലും ചെയ്യാറില്ല നിങ്ങൾ എടുത്തോ എന്താ നിങ്ങൾ നീ ആരോ ഉദ്ദേശിച്ച പോലെ പറഞ്ഞു ആരല്ല നിന്നെ ഉദ്ദേശിച്ചാ പറഞ്ഞത് വേറെ ആരും അളിയാ ഞാന് ബാബു കേറിയോ അതിനകത്ത് കേറിയോ ജനിക്കുന്നിടത്ത് വന്നാ മതി നമ്മളവിടെ ഉണ്ടേ ഞാൻ ജനിക്കുന്നില്ലല്ലോ ഉണ്ടോ ജസ്റ്റ് ഒന്ന് ഞാൻ എങ്ങനെ കേറുന്ന എങ്ങനെ ഡിസ്കോഡിൽ ഇരുന്ന ഗെയിം വർക്ക് ആവൂല ഡിസ്കോഡിൽ നടക്കട്ടെ ഗെയിമിന്റെ പേരെന്താ ഗെയിമിന്റെ പേര് ക്യാം ചെറുതാക്കുകടാ അപ്പൊ എന്നെ നിനക്ക് കാണണ്ട നിനക്ക് എന്നെ കാണണ്ട ഇതിനകത്ത് കുതിരയും കൊളയട്ടയും കൊളക്കോഴിയും കാണാനാണ് നീ ഇവിടെ വന്നിരിക്കുന്നത് സാധാരണ ഒരു സ്ട്രീമറിന്റെ ഒക്കെ ഇതിനകത്ത് ഫേസ് ക്യാം ഒക്കെ അവരൊക്കെ എന്ത് നല്ല ഓഡിയൻസ് നിന്നെയൊക്കെ പോലത്തെ അപ്പികളെ എന്ത് പറയും ഫേസ് ക്യാമും കാണണ്ട ഞാൻ ഇത്രയും DSLR ലൈറ്റ് ഫേസ് ക്യാം ഓഫ് ചെയ്യാൻ സിറ്റിയിലുണ്ടാവാ ക്യാം ഓഫ് ഓടാ മോനെ നമ്മൾ ഇവിടെ ഒരു ലോകം വെട്ടിപ്പിടിക്കാൻ പോവാണ് സംഗതി എന്നെ കാണുമ്പോൾ കുറച്ച് പ്രായമൊക്കെ ഇതിനകത്ത് തോന്നിക്കുമെങ്കിലും ഈ ഒരു ആംബിയർ വെച്ചിട്ട് നമ്മൾ ഈ ഏരിയ നമ്മളങ്ങ് എടുക്കും മനസ്സിലായോ നമ്മളിങ്ങനെ തുടങ്ങിയതാണേ അപ്പോൾ നമുക്ക് ഗെയിം ക്യാപ്ചർ ആക്കി തരാം നിങ്ങൾക്ക് ഡിസ്പ്ലേ ക്യാപ്ചർ മാറ്റിയിട്ട് ഗെയിം ക്യാപ്ചർ ബാൻ കിട്ടും ഒന്നും കിട്ടാൻ പോണില്ല ഇവിടെ എടാ ഇത് ബാൻ കിട്ടിയാ ഉണ്ടല്ലോ റെഡം ബാൻ കിട്ടിയാൽ നമ്മൾ നമ്മുടെ സെർവറങ്ങ് പണിയും പിന്നല്ലാതെ വന്നില്ല എന്ത് വന്നില്ലെന്ന് ഇവിടെ ഒന്നും ആരും കാണുന്നില്ലല്ലോടാ എന്നൊക്കെ ഞാനേ നിങ്ങൾക്ക് F8 FPS ഇതുകൂടെ അങ്ങ് ഇതാക്കി തരാം അതാകുമ്പോൾ ഡ്രോ പെർഫോമൻസ് PL എല്ലാം വരുവാണെങ്കിൽ അറിയാം PL 5% ഇവിടെ ഒന്നും ആരും ഇല്ലേ ഫോൺ വിളിക്കാൻ പറ്റൂലല്ലോ അതല്ലേ വേറൊരു പ്രശ്നം കണക്ട് റേഡിയോ ഒന്നും ഇല്ല ഇവിടെ ട്രെയിൻ എല്ലാം വന്ന് ഇടിച്ചിടുവോ ഇതെന്താ